സഹൃദയരെ, എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ജാതി മതഭേദമന്യേ ലോകമെമ്പാടും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ആഘോഷമാണല്ലോ ക്രിസ്മസ്. യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ആഘോഷത്തിന്റെ അടിത്തറയെങ്കിലും മിക്ക രാജ്യങ്ങളിലും ഒരു പ്രത്യേക മതത്തിന്റെ ആഘോഷം എന്ന നിലയ്ക്കല്ല ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളും റുമേനിയൻ ഓർത്തഡോക്സ് സഭകളും ഡിസംബർ 25 ക്രിസ്മസായി ആഘോഷിക്കുമ്പോൾ പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ ജനുവരി 7 ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുക. എന്നാൽ മതപരമായ ആഘോഷങ്ങളെക്കാൾ മതേതരമായ രീതിയിലാണ് ഇന്ന് മിക്ക രാജ്യങ്ങളിലും ഈ ആഘോഷം നടക്കുന്നത് എന്നത് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു ആഘോഷം മാനവ സാഹോദര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുകയാണല്ലോ ചെയ്യുന്നത്. ക്രിസ്തുമത വിശ്വാസികൾ നന്നേ കുറഞ്ഞ ദേശങ്ങളിൽ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. പുൽക്കൂട്, ക്രിസ്മസ് മരം, നക്ഷത്ര വിളക്കുകൾ, ആശംസാ കാർഡുകൾ എന്നിവയൊക്കെയാണ് ഈ ആഘോഷത്തിന്റെ തനത് രീതികൾ. എന്നാൽ ഇവയൊക്കെ പുതിയ കാലത്തിലൂടെ ഏറെ പരിണാമങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരികയാണ് നമ്മൾ. അത് മനുഷ്യ മനസ്സുകളിൽ സ്നേഹ സൗഹൃദങ്ങൾ ഇനിയും പറ്റിപ്പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസ് മരം ഇന്നൊരു സാർവദേശീയ പ്രതീകമാണല്ലോ. സ്വർഗരാജ്യത്തിലെ വിലക്കപ്പെട്ട മരത്തിന്റെ പ്രതിരൂപമായാണ് അത് ആദ്യകാലങ്ങളിൽ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത് എങ്കിൽ ഇന്ന് അത് മാനവികതയുടെ ഒരു പ്രതീകമല്ലേ? നക്ഷത്ര വിളക്കുകളും അതുപോലെ മതേതരമായി ഇത് നാം ഉൾക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിന്റെ വഴികാട്ടിയായിരുന്നു അതിന്റെ ഐതിഹ്യമെങ്കിൽ പ്രത്യാശയുടെ ഒരു വെളിച്ചമായാണ് അത് ജാതിമത ഭേദമന്യേ എല്ലാവരും തങ്ങളിലേക്ക് ആവാഹിക്കുന്നത്. പുൽക്കൂട് ഒരുക്കുന്നതിലും ഇതുപോലെ വിനയത്തിന്റെ സന്ദേശമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് കാണാനാകും. ക്രിസ്മസ് കാർഡുകൾ പരസ്പരം കൈമാറുന്ന ആചാരവും പണ്ട് കാലത്ത് ഈ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജന്മത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പരസ്പരം കൈമാറിയിരുന്നത്. എന്നാൽ ഇന്ന് തികച്ചും മതേതരമായ രീതിയിലേക്ക് അത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായി കാണാം. പ്രത്യേകിച്ചും നവമാധ്യമങ്ങളിലൂടെ എത്രയെത്ര മാനവികതയുടെ സന്ദേശങ്ങളിലൂടെയാണ് ഇത് നമുക്കിടയിലേക്ക് പെയ്തിറങ്ങുന്നത് എന്നത് വല്ലാത്തൊരു കുളിർമയാണ്. നൂറ്റാണ്ടുകളോളം ആചരിച്ചു വന്ന ഇത്തരം ആചാരങ്ങളെയൊക്കെ നാം ഹൃദയത്തിലേക്ക് നിറച്ചുകൊണ്ട് വിശ്വ മാനവികതയുടെ പുതിയ കാലത്തിലേക്ക് ഒരുക്കിക്കൊണ്ടുവരികയാണ്. ക്രിസ്മസിന് ജാതിയും മതവുമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ വർഷത്തെയും ആഘോഷങ്ങൾ. പ്രത്യാശ നിറഞ്ഞ ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ പ്രതീക്ഷ നിറഞ്ഞ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് നാം. ലോകത്തെവിടെയും ഏതൊരു മനുഷ്യനും ഉള്ള പ്രതീക്ഷയുടെ പുതുവർഷവും പഴയതിനോട് സ്നേഹപൂർണമായ വിടവാങ്ങലുമാണ് അത്. പുതുവത്സരം ക്രിസ്മസിനെ പിന്തുടരുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിൽ മാനവികതയുടെ ഏകമാനമുള്ള മനുഷ്യ മനസ്സിന്റെ ഒരു പിറവിയെ കാണിക്കുന്ന പ്രതീക്ഷയാണ്. മഹാമാരികളും യുദ്ധക്കെടുതികളും ഭീകരവാദങ്ങളും മറ്റു ജീവിത പ്രതിസന്ധികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അതിപ്രസരം കൊണ്ട് മരിച്ചു മരവിച്ചുകൊണ്ടിരിക്കുന്ന ജനമനസ്സുകളിലേക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നക്ഷത്ര വിളക്കുകളെ മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു പുതുകാലത്തിലേക്ക് കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് നമുക്ക് ആഹ്ലാദത്തോടെ പ്രവേശിക്കാം.